ശരി. ഇതാണ് രമണനും ചന്ദ്രികയും. ഹലോ, നിങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറി ആണോ? സാധാരണ അങ്ങനെയല്ലേ സ്കൂളിലെ ആനിവേഴ്സറിക്ക് എങ്ങനെ ഉണ്ടാവാ? ഇതാരാ? ചേട്ടന്റെ പേരെന്നാ? രമണൻ. ഇതോ ചേച്ചിയുടെ പേര്? ചന്ദ്രിക. എങ്ങോട്ട് പോവാ? ആട് മേയ്ക്കാൻ. അതിന് ഈ കുഴലെന്തിനാ? ആട് മേയ്ക്കാൻ പോകുമ്പോ ഊതാനാ. ഒന്ന് ഊതിക്കേ നോക്കട്ടെ. ഊതാൻ പറ്റില്ല. ആട് മേയ്ക്കുമ്പോ മാത്രമേ അത് ഊതൂ. അപ്പൊ ഊതാൻ പറ്റാത്ത കുഴലുമായിട്ട് ആട് മേയ്ക്കാൻ പോകുന്ന രമണൻ. കൂടെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ചന്ദ്രിക. ചന്ദ്രിക ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. ഒരു തോർത്ത് പോലത്തെ സാരിയോ നോക്ക്. രമണന് ചന്ദ്രിക എത്ര ഇഷ്ടാ? കൊറേ. ചന്ദ്രികക്ക് എത്ര ഇഷ്ടാ? ആ പാട്ടല്ലേ എം ജെ ഞങ്ങൾ പാടിയ പാട്ടല്ലേ? ഏതാ? ഓക്കെ, നമ്മുടെ എസ്തർ കുട്ടിയും ദ്വിതിക്കുട്ടിയും പാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രേക്ഷകരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവർ രണ്ടാളും പാടുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും TV സ്ക്രീനിന് താഴെ കാണുന്ന ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് രണ്ടാൾക്കാർക്കും വോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് തകർത്ത് തിമിർത്ത് കിടുക്കി. എനിക്ക് വയ്യ. ഈ ചന്ദ്രിക ഭയങ്കര അഗ്രസീവ് ആണല്ലേ ചില ഭാഗങ്ങൾ പാടുമ്പോ, ചില സമയങ്ങളിൽ മാത്രം. രമണനാണെങ്കിൽ മൊത്തം പാവം. പാടില്ല പാടില്ല എന്ന് പറയുമ്പോഴും രമണൻ പാവാ.
വേണമെങ്കിൽ അയക്കോ, പക്ഷെ പാടില്ല കേട്ടോ എന്നുള്ള രീതിയിലാണ് രമണൻ. പക്ഷെ നമ്മുടെ ചന്ദ്രികയാണെങ്കിൽ ഞാനിപ്പോ വരും, എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോയേ പറ്റൂ. ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു ചന്ദ്രിക. അതുപോലെ ചന്ദ്രിക നന്നായിട്ട് പരത്തി പാടി, അത് കൊള്ളായിരുന്നു. യെസ്, പഴയ സ്റ്റൈൽ. ഞാനും വരട്ടെയോ, അതെങ്ങനെ പാടി? പഠിക്കോ അങ്ങനെ ഒരു ചായ ഉണ്ടോ? ചായ കാനന ചായ എന്ന് പറഞ്ഞൊരു ചായ ഉണ്ടോ? കാട്ടില് കിട്ടുന്ന സ്റ്റൈൽ. മരങ്ങളിന്റെ തണലാന്നാ പറഞ്ഞ കാട്ടിലുള്ള മരങ്ങളുടെ തണലിന്റെ പേര് ചായ. ചായ. അപ്പൊ ചായ എന്ന് പഠിക്കോ? അത് കൊള്ളാം, ഗംഭീരായിരുന്നു കേട്ടോ. പാവം രമണനാണെങ്കിൽ പാടില്ല പാടില്ല നമ്മെ നമ്മൾ അങ്ങനെ പാടിയില്ലേ? നമ്മളതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊന്നും പാടിക്കേ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. രമണൻ ഭയങ്കര ജെന്റിൽമാൻ ആണ് കേട്ടോ. അതെ, ഡീസന്റ് പറയാനുള്ളത് വളരെ ഡീസന്റ് ആയിട്ട് പറയും. അപ്പൊ ഉടനെ ഒന്നാം വനത്തില് അതിങ്ങനെ പാടിയേ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളി. ഭയങ്കര ലോല ഹൃദയനാണ്. ഇന്ന് വേണ്ട അവസാനത്തെയാണ് കലക്കിയത് കേട്ടോ. രണ്ടുപേരും രണ്ട് ലിറിക്സ് ആണ്, പക്ഷെ രണ്ടുപേരും കറക്റ്റ് ടൈമിങ്ങിൽ പാടി. അത് ആഡ്ലിബും കൂടെ ആയിരുന്നു. രമണൻ പാടി എന്തായിരുന്നു അവസാനം? ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. അവിടെ ഭാവനാലോലനായികനായി പോവുക പോവുക ജീവനാഥ. രമണൻ ചന്ദ്രയും കൂടെ ഭാവനാലോലനായികളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്ക. ഭാവനാലോലനായികളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്ക. ഇതാണ് മർമ്മയം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ആ അവസാനം പാടി നിർത്തിയതേ ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുക. ഇതെങ്ങനെയാ രണ്ട് വരികൾ ഒരേ ട്യൂണ് ഒരേപോലെ ടൈമിങ്ങിൽ അങ്ങ് പാടി വെച്ചേക്കുന്നത്. അതും സിമ്പിളായിട്ട് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈസി ആയിട്ട് പാടി. സൂപ്പർ സൂപ്പർ പെർഫോമൻസ് രമണൻ ആൻഡ് ചന്ദ്രിക, അടിപൊളി. എനിക്ക് അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിലൊക്കെ നോക്കി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് പാടിയത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ആദ്യം തൊട്ട് അവസാനം വരെ ആ ഡ്യുവറ്റ് പാടിയതിന്റെ ആ ഒരു രസം, ആ ഒരു ഫൺ നേച്ചർ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിട്ട് പാടി. ഈ പാട്ടിന്റെ ഇതിനേക്കാൾ ഒരു ക്യൂട്ടർ വേർഷൻ എനിക്ക് കേൾക്കാനില്ല. മീനോട്ട് ഞാൻ പറഞ്ഞില്ലേ. The cutest version. പുതിയ താങ്ക് യു ആണോ ഇത്? ഇപ്പൊ കിട്ടിയതാ, പഠിപ്പിച്ചു തന്നതാ. പുതിയ താങ്ക് യു ആണോ? ഒന്നുകൂടെ പറഞ്ഞേ നോക്കട്ടെ. പഠിപ്പിച്ചു തന്നതാ. ആണോ എസ്തർ ബേബി? വിഷ്വലി ഭയങ്കര രസമായിരുന്നു. ആൻഡ് പാടുന്നത് കേൾക്കാനോ അതിലേറെ സുഖം. ഗംഭീരമായി. എസ്പെഷ്യലി അവസാനം ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, അത് ഗംഭീരമായി. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഇത് ഈ ഒരു പെർഫോമൻസ് എന്നെന്നും ഓർമ്മിക്കപ്പെടും. ഒരു വൈറൽ പെർഫോമൻസ്. പുതിയ താങ്ക് യു കുറച്ച് ശല്യമാവുന്നുണ്ടോ എന്നൊരു സംശയം. മറ്റൊരു പെട്ടെന്ന് തീരുന്ന ഒരു താങ്ക് യു ആയിരുന്നു. താങ്ക് യു. എന്തായാലും ഗംഭീരമായി, അതിഗംഭീരമായി.
ഇപ്പൊ ഇത്ര നേരം കോമഡി ആയിരുന്നേ, പക്ഷെ ഒരു ചെറിയ ട്രാജഡി പറഞ്ഞോട്ടെ. അതായത് ഈ രമണൻ എന്നുള്ള ഈ കവിതയെ പറ്റിയാണ് പറയേണ്ടത്. അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം 1936 എഴുതിയതാണ്. അദ്ദേഹം മഹാനായിട്ടുള്ള ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പൊ അവർ അത്രത്തോളം ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് 27 വയസ്സേ ഉള്ളൂ. പക്ഷെ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. വല്ലാത്ത സങ്കടം വന്നിട്ട് അവസാനം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഇടപ്പള്ളി രാഘവൻ പിള്ള ഒരു ദിവസം ഒരു വരന്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ ഒടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഷാറ്റേഡായിട്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയെ കുറിച്ച് എഴുതിയ ഒരു വലിയ ട്രിബ്യൂട്ടാണ്. അത്തരം ട്രിബ്യൂട്ടിന് പറയാ എലിജി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു ചരമ വിലാപ കാവ്യമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് രമണൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മദനൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഈ ചന്ദ്രികയും രമണനും കൂടാതെ. അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തന്നെയാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ശരിക്കും രമണനായിട്ട് ഇതിനകത്ത് വരുന്നത്. ഇന്നിപ്പോ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെയും പിന്നെയും നമുക്ക് നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. കാരണം ഈ സിനിമയിൽ നസീർ സാറും അതൊക്കെ നമ്മൾ വരുന്നു. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കഥയ്ക്ക് ഇങ്ങനെ ഒരു കണ്ണീരിന്റെ ഒരിക്കലും തീരാൻ പറ്റാത്ത ഒരു നനവ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ പാടിയതുകൊണ്ടാണ് ഇത്രയും നേരം അതിനെപ്പറ്റി പറയാത്തത്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് പറയാണ്, ഒരു പക്ഷേ ഇന്ത്യൻ ലിറ്ററേച്ചറിലുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള എലിജി അല്ലെങ്കിൽ ചരമ വിലാപ കാവ്യമാണ് ഈ രമണൻ എന്ന് പറയുന്നത്. അപ്പൊ ചില മാർക്ക് കൊടുക്കണ്ടേ? ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്സ് കൊടുത്തു. ജ്യോതികുട്ടി ആൻഡ് എസ്തർ കുട്ടി, ഇറ്റ്സ് 100 out of 100. ഒരു മധുരം മഴ.